കോൺഗ്രസിന് വലിയ പ്രാമുഖ്യമുള്ള മറ്റൊരു മണ്ഡലമാണ് കുന്നത്തുനാട്. അത് പട്ടികജാതി സംവരണ മണ്ഡലമാണ്. പണ്ട് ശ്രീ ടി.എച്ച്. മുസ്തഫ സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്നതാണ്. യഥാർത്ഥ മത്സരം എന്ന് പറഞ്ഞാൽ 2020 കോൺഗ്രസും തമ്മിലാണ്. കുഴൽനാടൻ തോൽപ്പിക്കാനായിട്ട് പിണറായിസ്റ്റുകളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. കാരണം കുഴൽനാടനാണ് പിണറായി വിജയന് നേരെ നിയമസഭയിൽ കൈ ചൂണ്ടി സംസാരിച്ചു. കോതമംഗലം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എറണാകുളത്തേക്കാൾ കൂടുതൽ ഏറ്റവും അധികം UDF-കാരുള്ള മണ്ഡലമാണ്. UDF-ൻ്റെ ഏറ്റവും ഉറച്ച മണ്ഡലമാണ്. പക്ഷേ തമാശ എന്ന് വെച്ചാൽ കഴിഞ്ഞ 2 തവണയായിട്ട് അവിടെ ജയിക്കുന്നത് CPM-ൻ്റെ യുവ സ്ഥാനാർത്ഥി ആൻ്റണി ജോണാണ്. എറണാകുളം ജില്ലയിൽ പൊതുവെ കാണുന്നൊരു കാഴ്ച UDF അനുകൂല ജില്ലയാണ്, UDF തരംഗമാണ്. ഇതിൽ നിന്ന് എത്ര CPM-കാർ അല്ലെങ്കിൽ എത്ര മാർക്സിസ്റ്റ് സ്വതന്ത്രന്മാർ ജയിച്ച് കയറി വരും എന്നത് മാത്രമേ നോക്കാനുള്ളൂ. കോൺഗ്രസിന് വലിയ പ്രാമുഖ്യമുള്ള മറ്റൊരു മണ്ഡലമാണ് കുന്നത്തുനാട്. അത് പട്ടികജാതി സംവരണ മണ്ഡലമാണ്. പണ്ട് ശ്രീ ടി.എച്ച്. മുസ്തഫ സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു തവണ മാത്രം ചെറിയ വ്യത്യാസത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. പക്ഷേ അടുത്ത തവണ വലിയ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം ആ സീറ്റ് തിരിച്ചു പിടിച്ചു. ഇപ്പോൾ അത് പട്ടികജാതി സംവരണ മണ്ഡലമാണ്. 2 തവണ അവിടുത്തെ ജയിച്ചത് VP സജീന്ദ്രനാണ്. പക്ഷേ കഴിഞ്ഞ തവണ ത്രികോണ മത്സരം ഉണ്ടായി. 2020 ഒരു സ്ഥാനാർത്ഥി വന്ന് കണ്ടവാൻ വോട്ട് പിടിച്ചുകൊണ്ട് സജീന്ദ്രൻ പരാജയപ്പെട്ടു. നമ്മുടെ KG ബാലകൃഷ്ണൻ്റെ മകളുടെ ഭർത്താവ് ശ്രീനിജനാണ് ജയിച്ചത്. ശ്രീനിജൻ്റെ ഗ്ലാമർ വല്ലാതെ മങ്ങി നിൽക്കുന്ന സമയമാണ്. മാത്രമല്ല 2020 ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ചേർന്നു. അപ്പോൾ BJP-യുടെയും 2020 വോട്ടുകൾ ഏകീകരിക്കും. ഇപ്പോൾ BJP-യുടെ അല്ലെങ്കിൽ NDA-യുടെ ഒരു A ക്ലാസ് മണ്ഡലമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥ മത്സരം എന്ന് പറഞ്ഞാൽ 2020 കോൺഗ്രസും തമ്മിലാണ്. അവിടെ തീർച്ചയായിട്ടും ജയസാധ്യത അല്പം കൂടുതൽ സജീന്ദ്രൻ തന്നെയാണ്. തൊട്ടപ്പുറത്തുള്ളൊരു മണ്ഡലം എന്ന് പറയുന്നത് മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴയിൽ ഇവിടെ മാത്യു കുഴൽനാടനാണ് സ്ഥാനാർത്ഥി. CPI-യുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് വ്യക്തമായിട്ടില്ല. ഒന്നുകിൽ എൽദോ എബ്രഹാം ആയിരിക്കും, അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി N അരുണായിരിക്കും. 2 പേരാണെങ്കിലും നല്ല മത്സരം നടത്തേണ്ടി വരും, അതിൽ ആ ഒരു സംശയമില്ല. പിന്നെ വേറൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ കുഴൽനാടൻ തോൽപ്പിക്കാനായിട്ട് പിണറായിസ്റ്റുകളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. കാരണം കുഴൽനാടനാണ് പിണറായി വിജയന് നേരെ നിയമസഭയിൽ കൈ ചൂണ്ടി സംസാരിച്ചത്. അദ്ദേഹത്തിനെതിരെ വലിയ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതുകൊണ്ട് കഴിഞ്ഞ തവണ കിട്ടാതെ പോയ മാർക്സിസ്റ്റുകാരുടെ വോട്ട് ഇത്തവണ CPI സ്ഥാനാർത്ഥിക്ക് ഉറപ്പായിട്ട് കിട്ടും. ആ കാര്യമാണ് ഉറപ്പ്. മറ്റൊരു മണ്ഡലം ഞാൻ നേരത്തെ പറഞ്ഞു പിറവമാണ്. പിറവത്ത് അനൂപ് ജേക്കബിന് തോൽപ്പിക്കുക എളുപ്പമല്ല. എതിർ സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാരനാണ് എന്ന് കേൾക്കും. അനൂപ് ജേക്കബിന് TN ജേക്കബിൻ്റെ ക്വാളിറ്റീസ് ഓഫ് ഹെഡ് ആൻഡ് ഹാർട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ജനകീയനാണ്. ജേക്കബിനേക്കാൾ ജനകീയനാണ്. എല്ലാ ആളുകളുമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധമുണ്ട്. സൗമ്യനാണ്, സ്നേഹസമ്പന്നനാണ്. സാധാരണയിൽ അദ്ദേഹം തന്നെ ജയിക്കാനാണ് സാധ്യത. പിന്നെ അവശേഷിക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് കോതമംഗലമാണ്. കോതമംഗലം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എറണാകുളത്തേക്കാൾ കൂടുതൽ ഏറ്റവും അധികം UDF-കാരുള്ള മണ്ഡലമാണ്. UDF-ൻ്റെ ഏറ്റവും ഉറച്ച മണ്ഡലമാണ്. പക്ഷേ തമാശ എന്ന് വെച്ചാൽ കഴിഞ്ഞ 2 തവണയായിട്ട് അവിടെ ജയിക്കുന്നത് CPM-ൻ്റെ യുവ സ്ഥാനാർത്ഥി ആൻ്റണി ജോണാണ്. ആൻ്റണി അതിഗംഭീരനായ ഒരു സ്ഥാനാർത്ഥിയാണെന്ന് മാത്രമല്ല സുറിയാനി കത്തോലിക്കനാണ്. ഈ കോതമംഗലത്തിനൊരു പ്രത്യേകതയുള്ളത് പലരും പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ പറയാൻ ധൈര്യപ്പെടാത്ത കാര്യമാണ്. എനിക്കിപ്പോൾ ആരും പേടിക്കേണ്ടാത്തതുകൊണ്ട് പറയുകയാണ്. കോതമംഗലത്ത് യാക്കോബായക്കാരും കത്തോലിക്കനും തമ്മിൽ ഉള്ളുകൊണ്ട് ഒരു സ്പർദ്ധയുണ്ട്. പുറമേക്ക് വലിയ സ്നേഹവും സൗഹാർദ്ദവും സഹകരണമൊക്കെയാണ്. പക്ഷേ കത്തോലിക്കർക്ക് യാക്കോബായക്കാരെയും യാക്കോബായക്കാർക്ക് കത്തോലിക്കർക്ക് ഇഷ്ടമല്ല. ഈ ജോസഫ് ഗ്രൂപ്പിൻ്റെ സീറ്റാണ്. ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറം ആയിരിക്കും. അദ്ദേഹം യാക്കോബായക്കാരനാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം തന്നെ മത്സരിച്ച്. കഴിഞ്ഞ തവണ അദ്ദേഹം തോറ്റത് മുൻ മന്ത്രി P. ജോസഫിൻ്റെ മകളുടെ ഭർത്താവ് അവിടെ 2020 സ്ഥാനാർത്ഥിയായിട്ട് അവതരിച്ചുകൊണ്ട് കൂടിയാണ്. പക്ഷേ ഈ ഒരു ഘടകം അവിടെ ഉണ്ട്. ആൻ്റണി ജോണിൻ്റെ പുറകിൽ കത്തോലിക്ക വൈദികരും കന്യാസ്ത്രീകളൊക്കെ ഉണ്ട് എന്നുള്ളൊരു സത്യമാണ്. പിന്നെ ആൻ്റണി ഒരു ഊർജ്ജസ്വലനായ MLA ആണ്. അദ്ദേഹത്തെക്കുറിച്ച് പൊതുവേ നാട്ടുകാരുടെ ഇടയിൽ നല്ല അഭിപ്രായമുണ്ട്. ഷിബുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ മത്സരം ഉണ്ടാക്കേണ്ടി വരും. ഷിബുവിന് ജനസ്വാധീനമുണ്ട്, പണമുണ്ട്. പിന്നെ പൊതുവേ UDF തരംഗവുമാണ്. അപ്പോൾ നമ്മൾ എറണാകുളം ജില്ലയിൽ പൊതുവേ കാണുന്നൊരു കാഴ്ച UDF അനുകൂല ജില്ലയാണ്, UDF തരംഗമാണ്. ഇതിൽ നിന്ന് എത്ര CPM-കാർ അല്ലെങ്കിൽ എത്ര മാർക്സിസ്റ്റ് സ്വതന്ത്രന്മാർ ജയിച്ച് കയറി വരും എന്നത് മാത്രമേ നോക്കാനുള്ളൂ. ഒരിക്കലും 14 സീറ്റും UDF ജയിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. 2001 പോലും ഒരു സീറ്റ് LDF ജയിച്ചു. അതുപോലെ ഒരു കൈയിൻ്റെ വിരൽ കൊണ്ടുണ്ടാവുന്ന സീറ്റുകളെ LDF-ന് ഇത്തവണ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. പൊതുവേ UDF-ന് മേൽക്കൈയുള്ള മണ്ഡലമാണ്. നമ്മൾ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങൾ 2 ഒന്ന് കുന്നത്തുനാട്, അവിടെ 2020 എന്താ അത്ഭുതം സൃഷ്ടിക്കും. 2 തൃപ്പൂണിത്തുറ, അവിടെ ആരൊക്കെയായിരിക്കും പുതിയ സ്ഥാനാർത്ഥികൾ, BJP എത്രമാത്രം വോട്ട് ഭിന്നിപ്പിക്കും എന്നുള്ളതാണ്. ബാക്കി മണ്ഡലങ്ങളെയൊക്കെ സംബന്ധിച്ചോളം ഏതാണ്ട് ഫോർഗോൺ കൺക്ലൂഷനാണ് എന്ന് പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല.